ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു മോഷണമാണ് നടന്നത്. വളപട്ടണത്ത് മന്നയിൽ വ്യാപാരിയുടെ വീട്ടിൽ നിന്നും 1 കോടി രൂപയും 300 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. ഈ കേസിൽ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് പ്രതികളെപ്പറ്റി സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. മോഷണം നടന്ന വീട്ടിൽ നിന്നും ശേഖരിച്ച വിരലടയാളങ്ങൾ സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ളതാണോ? വിരലടയാളങ്ങളുമായി ഒത്തുനോക്കുകയാണ് നിലവിൽ പോലീസ്. മംഗലാപുരം, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കാനാണ് പോലീസിന്റെ നിലവിലെ നീക്കം. ഇന്നലെയാണ് വളപട്ടണത്തെ അരി മൊത്ത വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന വൻ കവർച്ചയുടെ വാർത്ത പുറത്തു വന്നത്. സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊള്ളയാണ് നടന്നത്. വീട്ടുകാരെല്ലാവരും ഒരു വിവാഹ ചടങ്ങിനായി തമിഴ്നാട് മധുരയിൽ പോയ സമയത്ത് വീട്ടിൽ കടന്ന് ലോക്കർ തുറന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവരുകയായിരുന്നു. അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളും സമീപ വീടുകളിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. വീട്ടുപരിസരത്തു നിന്നും ലഭിച്ച വിരലടയാളങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നും കാര്യമായ സൂചനകൾ കിട്ടിയിട്ടില്ല എന്നാണ് വിവരം. ഡോഗ് സ്ക്വാഡ് ട്രാക്ക് ചെയ്ത വിവരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ചൂണ്ടുന്നത്. പോലീസ് നായ മണം പിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. കവർച്ചാ സംഘം വീടിനകത്തേക്ക് കടന്ന ജനൽപ്പാളിയിൽ നിന്നും പണം സൂക്ഷിച്ചിരുന്ന കിടപ്പുമുറിയിലെ ലോക്കറിൽ നിന്നും പോലീസ് നായ റിക്കി മണം പിടിച്ച് നേരെ പുറത്തേക്കോടി. വീടിനടുത്തുള്ള ഇടവഴിയിലൂടെ പടിഞ്ഞാറേക്കോടി. കുറ്റിക്കാടുള്ള പ്രദേശമാണിത്. പിന്നീട് പടവിറങ്ങി റെയിൽവേ ട്രാക്കിലെത്തി. 300 മീറ്ററോളം ദൂരത്തിൽ പാളത്തിന് സമീപത്തോടുകൂടി ഓടി പോലീസ് നായ റിക്കി വളപട്ടണം റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമിലെ വടക്ക് ഭാഗത്തുള്ള സ്റ്റോർ റൂമിന് മുന്നിലെത്തി നിൽക്കുകയായിരുന്നു. ഇവിടെ എത്തി മോഷ്ടാക്കൾ ഇരുന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം സംസ്ഥാനം വിടാനുള്ള സാധ്യത പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. പാസഞ്ചർ ട്രെയിനുകൾക്കൊഴികെ മറ്റു ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്ത വളപട്ടണം സ്റ്റേഷനിൽ അർദ്ധരാത്രിയും പുലർച്ചെയുമായി നിർത്തുന്ന ട്രെയിനുകൾ ഇല്ല എന്നതാണ് ഇതിനു കാരണം. അതേസമയം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മോഷണ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന സാധ്യത പോലീസ് തള്ളുന്നുമില്ല. അഷ്റഫിന്റെ അരിമില്ലിലും പാക്കിംഗ് യൂണിറ്റിലും നിരവധി ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെയും പോലീസ് സംശയിക്കുന്ന സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് സ്ഥിരം കുറ്റവാളികളുടെയും വിരലടയാളങ്ങൾ മോഷണം നടന്ന വീട്ടിൽ നിന്നും കിട്ടിയ വിരലടയാളങ്ങളുമായി ഒത്തുനോക്കി വരികയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബിസിനസ്സിൽ നിന്നും ദിവസേന കിട്ടുന്ന പണം അഷ്റഫ് ബാങ്കിലാണ് അടയ്ക്കാറുള്ളത്. യാത്ര പോകുന്നത് കൊണ്ടാണ് വീട്ടിൽ സൂക്ഷിച്ചത്. വീടിനെ പറ്റിയും കുടുംബാംഗങ്ങളെ പറ്റിയുമുള്ള വിവരങ്ങൾ നന്നായി അറിയാവുന്ന ആരോ കവർച്ചാ സംഘത്തെ ഒന്നുകിൽ സഹായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നേരിട്ടുൾപ്പെട്ടിട്ടുണ്ടാകാം എന്നതാണ് മറ്റൊരു സാധ്യത. കിടപ്പുമുറിയിലെ ലോക്കർ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണവും പണവും കവർന്നത്. ലോക്കർ പൂട്ടിയ ശേഷം മറ്റൊരു അലമാരയിലായിരുന്നു ലോക്കറിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നത്. ഈ അലമാരയും പൂട്ടി താക്കോൽ മറ്റൊരു മുറിയിലെ അലമാരയിലായിരുന്നു. എല്ലാ മുറിയിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. വീടിന്റെ പുറകിലെ ജനൽ കമ്പി ഇളക്കി മാറ്റും മുൻപ് പ്രതികൾ CCTV വേറൊരു ദിശയിലേക്ക് തിരിച്ചുവെക്കുകയും ചെയ്തു. വീടിനുള്ളിലെ CCTV ദൃശ്യങ്ങളും വ്യക്തമല്ല. മതിൽ ചാടിക്കടന്ന് 2 പേർ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നത് മാത്രം ഒരു CCTV ദൃശ്യത്തിലുണ്ട്. ആകെ 3 പേർ സംഘത്തിലുണ്ടാകാമെന്നാണ് തൽക്കാലം നിഗമനം. മംഗലാപുരം, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രതികൾ എത്താനുള്ള സാധ്യത കണ്ട് ഇവിടങ്ങളിലെ CCTVകളും പോലീസ് പരിശോധിക്കും. ഇതൊന്നുമല്ലാതെ മോഷണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.